ഏതൊരു ചെടികൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ വളമാണ് കേട്ടോ ഈ ബാസാക്കോട്ട ഫെർട്ടിലൈസർ. ഇതൊരു കെമിക്കൽ വളമാണ്. ഇത് നമുക്ക് ഓൺലൈനിൽ നിന്നൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വാങ്ങാൻ കിട്ടുന്നതാണ് കേട്ടോ. ഈ പാക്കറ്റിന് ഞാൻ 500 രൂപ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ 2 പാക്കറ്റ് വാങ്ങിയിരുന്നു. ഒന്ന് ഞാൻ ഇങ്ങനെ തന്നെ വെച്ചു, ഒന്ന് ഞാൻ പൊട്ടിച്ചിട്ട് നല്ല അടുപ്പുള്ള ഒരു ടിന്നിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഇതിൽ നിന്ന് കുറച്ചൊക്കെ ഞാൻ ഒരു 2-3 മാസമായി, 2-3 മാസമല്ല, 6 മാസത്തോളമായി ഞാൻ അത് വാങ്ങിയിട്ട്. അപ്പോൾ ഇത് ഞാനിങ്ങനെ ചെടികൾക്ക് ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ എനിക്ക് നല്ല റിസൾട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെടികൾക്ക് ഇത് ഉപയോഗിക്കുന്നത് എന്നതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് ചെടിയിൽ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് വിട്ടിട്ട് ചെടിച്ചട്ടിയിൽ നമുക്ക് ഓരോ ഹോൾസ് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. ഓരോ ഹോൾസ് ചെടി കുറച്ച് വിട്ടിട്ടായിട്ട് നമുക്ക് ഈ ചെടിച്ചട്ടിൻ്റെ സൈഡിലേക്കായിട്ട് നമുക്ക് ഓരോ ഹോൾസ് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് കയ്യിൽ കുറച്ച് ബാസാക്കോട്ട എടുക്കുക. അപ്പോൾ അതൊരു തരിതരിയായിട്ടാണ് കേട്ടോ. അപ്പം ഇത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കരുത് കേട്ടോ ഒരു ചെടിക്ക്. അപ്പോൾ കാണിച്ചത് ഞാനൊരു 3 ചെടിച്ചട്ടിയിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ ഒരു മണി പ്ലാന്റിനും കൂടി അങ്ങനെ ആക്കി വെച്ചിരുന്നു. മണി പ്ലാന്റ് എന്നല്ല, ഏതൊരു ഫ്ലവറിങ് പ്ലാന്റ്സിനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. കാരണം നന്നായിട്ട് ഫ്ലവർ ഉണ്ടാകും. പിന്നെ ഇലച്ചെടികളൊക്കെ ആണെങ്കിൽ നല്ല ഗ്രോത്ത് ഉണ്ടാകും, നല്ല തിക്കായിട്ട് പെട്ടെന്ന് ബേബി പ്ലാന്റ് ഒക്കെ വരും കേട്ടോ. അപ്പോൾ എല്ലാത്തിലും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഈ ഒരു ഹോൾസ് നമുക്കൊന്ന് അടിച്ചു കൊടുക്കട്ടെ, മണ്ണുകൊണ്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കട്ടെ. മൂടി കൊടുക്കുക എന്നൊക്കെ പറയില്ലേ. അപ്പോൾ നമുക്ക് മണ്ണിട്ട് അതൊന്ന് ഇങ്ങനെ മൂടി കൊടുക്കട്ടോ. നന്നായിട്ടൊന്ന് എല്ലാ ചെടിച്ചട്ടിയിലുള്ള ഹോൾസിൽ ഇട്ട് വെച്ച തരികൾ മൂടി കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ. ഒരുപാട് വെള്ളമൊന്നും വേണ്ട, പ്രത്യേകിച്ച് ഇൻഡോർ പ്ലാന്റിന് നമ്മൾ ഒരുപാട് വെള്ളം ഒഴിക്കണ്ടല്ലോ. അപ്പോൾ അതിന് കണക്കായിട്ടുള്ള കുറച്ച് വെള്ളം എന്തായാലും ഒഴിച്ചു കൊടുക്കണം കേട്ടോ. വെള്ളം നമ്മൾ ഓരോ ദിവസവും അല്ലെങ്കിൽ ഒന്നരാടം നമ്മൾ ഒഴിക്കുന്ന വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോഴാണ് ഇതിൻ്റെ ഉള്ളിലുള്ള ആ തരിയിൽ നിന്ന് നമ്മുടെ ഈ ചെടിയിലേക്ക് ഇതിൻ്റെ വളം റിലീസ് ആവുന്നത് കേട്ടോ. സാവധാനം ഒരു സ്ലോ ഗ്രോത്തുള്ള ഒരു വളമാണ്. പക്ഷേ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ 6 മാസത്തേക്ക് വളം വേണ്ടെന്നാണ് പറയുന്നത്. കാരണം നമുക്ക് ഈ ഒരു ചെടിക്ക് കിട്ടുന്ന നല്ലൊരു വളമാണ് കേട്ടോ ഈ ഒരു ബാസാക്കോട്ട. അപ്പോൾ ഇത് നമുക്ക് ഇതിലും കൂടി ഞാൻ ഇട്ട് കൊടുത്തു. നമ്മളെ കലാത്തിയ പ്ലാന്റിന് ഏത് പ്ലാന്റിനും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കയ്യിലില്ലെങ്കിൽ ഈ ബാസാക്കോട്ട ഫെർട്ടിലൈസർ വാങ്ങാം. നിങ്ങൾക്ക് ഒരു നല്ല അടുപ്പുള്ള ടിന്നിലാക്കി ഉപയോഗിക്കുക. നമുക്ക് ഏത് ചെടിച്ചട്ടിയിലും ഇതിൻ്റെ ഒരു 5-6 തരികൾ ഇട്ട് കൊടുത്താൽ നല്ല റിസൾട്ട്